ഹേ ഗൈസ്, ഞാൻ ഇന്ന് കോക്ടെയിലിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ കാര്യം വേറൊന്നുമല്ല, നല്ലൊരു പെയറിനെ നോക്കി മേടിക്കുക. അതിപ്പം നമുക്ക് ഷോപ്പിൽ പോയി മേടിക്കാം, അല്ലാതെ ബ്രീഡർമാരുടെ കയ്യിൽ നിന്ന് മേടിക്കാം. ബ്രീഡർമാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കുറേ മ്യൂട്ടേഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഗ്രേ കോക്ടെയിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഗ്രേ കോക്ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ലൂട്ടിനെയും ഗ്രേയുമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ ലൂട്ടിനും എടുത്തു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും നമുക്ക് കൺഫ്യൂഷൻ വരും. മിക്കവാറും DNA ഒന്നും എടുക്കാതെ ഇവർ കൊടുക്കാറുണ്ട്. DNA എടുത്താണെങ്കിൽ ലൂട്ടിനെ എടുത്താൽ കുഴപ്പമില്ല. ലൂട്ടിനകത്ത് മെയിലും ഫീമെയിലും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടാലും അറിയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇതിനെ ബ്രീഡിങ്ങിന് വിട്ടാൽ ചിലപ്പോൾ 2 ഫീമെയിലാണെങ്കിൽ എഗ്ഗ് ഇട്ട് അതിനകത്ത് കൂട്ടി വെക്കും, വിരിയത്തൊന്നുമില്ല. അതല്ലാതെ മെയിലിനെ മേടിച്ചുകൊണ്ട് പോയാലും അവരൊരു ജോഡി പോലെ തന്നെ ഇരിക്കും, പക്ഷേ എഗ്ഗ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രേ കോക്ടെയിൽ മേടിക്കുക. ഗ്രേ കോക്ടെയിലിനെ മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്ന്. ഫുള്ള് ഡോട്ടും കാര്യങ്ങളൊക്കെ കാണും, അത് ഫീമെയിൽ ആയിരിക്കും. മെയിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ക്ലിയർ ആയിട്ടിരിക്കും, ഡോട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അവരുടെ ഫേസ് നല്ല മഞ്ഞ കളർ ഇരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. DNA വെച്ച് മേടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കേജിൻ്റെ സൈസാണ്. ഇവരുടെ കേജിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഒരു 2-2.5 അടി പൊക്കവും ഒരു 3 അടി നീളവും മതിയാവും. നിങ്ങൾക്ക് എത്ര ഇട കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പിന്നെ ഉള്ളത് ബ്രീഡിംഗ് ബോക്സ് ആണ്. ബ്രീഡിംഗ് ബോക്സ് വേണോ ബ്രീഡിംഗ് പോട്ട് വേണോ അങ്ങനെ ഡൗട്ട് കാണും. അത് ഏതായാലും കുഴപ്പമില്ല, രണ്ടും നല്ലത് തന്നെയാണ്. രണ്ടിലും ബ്രീഡ് ചെയ്യുന്നവരുമുണ്ട്. ഞാൻ രണ്ടിലും ബ്രീഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മൺകുടമാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും വലുപ്പമുള്ളത് തന്നെ നോക്കിയെടുക്കുക. ഇവർ അത്യാവശ്യം വലുപ്പമുള്ള ബേഡായതുകൊണ്ട് അത്യാവശ്യം ഇട വേണം അതിനകത്ത്. നിങ്ങൾ ചെറിയ തണുപ്പുള്ള സമയങ്ങളിലാണ് ബ്രീഡിങ്ങിന് വിടുന്നതെന്നുണ്ടെങ്കിൽ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുക. അത്യാവശ്യം ചൂട് ഉള്ള സമയങ്ങളിലാണെങ്കിൽ ബ്രീഡിംഗ് പോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ മേടിക്കുമ്പോൾ അത്യാവശ്യം പ്രായം കുറവുള്ള ബേഡിനെ മേടിക്കണം. അതിനകത്ത് ഏജ് കൂടിയിട്ടുള്ള ബേഡുകൾ കാണും, അവരെ മേടിക്കാതിരിക്കുക. ബേഡിനെ മേടിച്ചുകൊണ്ട് വരുന്നത് ബ്രീഡിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ അവർ ബ്രീഡിങ് ആവത്തില്ല. അതുമാത്രമല്ല, നമ്മുടെ കൂട്ടിൽ 2 ആഴ്ചയോളം പുതിയ സ്ഥലം പുതിയ കൂടൊക്കെ ആകുമ്പം അവർക്ക് പരിചയമായി വരണം. അതുകൊണ്ട് 2 ആഴ്ചത്തേക്ക് ചുമ്മാ അങ്ങ് വിട്ടേക്കുക. ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഇവർക്ക് ഫുഡാണ്. അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈസ് ഫുഡും കഴിക്കും. ഫ്രൂട്ട്സ് കഴിക്കും, വെജിറ്റബിൾസ് കഴിക്കും, സീഡെല്ലാം കഴിക്കും. ഇവർക്ക് സീഡ് മിക്സ് മേടിക്കാൻ കിട്ടും, അത് കൊടുക്കുക. പിന്നെ ചീര അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുക. മുരിങ്ങയുടെ കമ്പ് കൊടുക്കുക, മുരിങ്ങക്കായ കൊടുക്കുക. ഓരോ ദിവസം ഇടവിട്ട് ഇതുപോലെ കൊടുക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എഗ് ഫുഡും കൊടുക്കണം. അങ്ങനെ ഒരു 2 ആഴ്ചയോളം ഇങ്ങനെ ഇതേപോലെ ഫുഡുകൾ മാറ്റി കൊടുത്ത് അവരെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുത്തതിന് ശേഷം അവസാനം വേണം ബ്രീഡിംഗ് ബോക്സും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഒരു കാൽസ്യത്തിൻ്റെ ബ്ലോക്ക് മേടിച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കണവണ്ണാക്കെന്നൊക്കെ പറയും, അത് മേടിച്ച് കൊടുക്കുക. ഇവർ ബ്രീഡിങ്ങിന് റെഡി ആയി കഴിയുമ്പം മെയിൽ ബേഡ് നല്ല രീതിക്ക് വിസിലടിക്കുന്നത് കേൾക്കാൻ പറ്റും. ഒരു 2-3 ദിവസത്തിനുള്ളിൽ എഗ്ഗ് ചെയ്യും. ഇവർ എഗ്ഗ് ചെയ്യുന്നത് ഒരു ദിവസം ഇടവിട്ടായിരിക്കും എഗ്ഗ് ചെയ്യുന്നത്. പിന്നെ ബ്രീഡിംഗ് ബോക്സിനുള്ളിൽ നമുക്ക് നെസ്റ്റിംഗ് മെറ്റീരിയലായിട്ട് അറക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാവരും. ഞാനും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം, ഇവരുടെ ബോഡി നല്ല രീതിക്ക് ഹീറ്റാവും കൂടിനുള്ളിൽ കയറാൻ തുടങ്ങുമ്പോൾ തൊട്ട്. അതുകൊണ്ട് ഒരു പാത്രത്തിൽ ഇവർക്ക് കുളിക്കാനായിട്ട് അത്യാവശ്യം വെള്ളം വെച്ച് കൊടുക്കണം. എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മെയിലും ഫീമെയിലും ഒരുപോലെ തന്നെ അടയിരിക്കുകയും കുഞ്ഞുങ്ങളെ ഒരേപോലെ തന്നെ നോക്കുകയും ചെയ്യും കേട്ടോ. ഇവരുടെ എഗ്ഗ് വിരിയാനുള്ള ടൈം 22 to 23 ദിവസം. ഇപ്പോൾ ഓരോ ദിവസം ഇടവിട്ട് എഗ്ഗ് ചെയ്യുന്നതുകൊണ്ട് അതിനനുസരിച്ച് വിരിയത്തുള്ളൂ. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.